നമസ്കാരം. 2026 ഫിഫ വേൾഡ് കപ്പ് കാൽപന്ത് കളിയുടെ കലാശക്കൊട്ട് കഴിഞ്ഞു. സ്പെയിൻ ലോക കിരീടത്തിൽ മുത്തമിട്ടു. തത്വമയി ന്യൂസ് അതിൻ്റെ തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷങ്ങളും അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഏതാണ്ട് തത്സമയമായിട്ട് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കളിയുടെ ഒരു ചെറിയ വിശകലനമാണ്. ആ കളിയുടെ വിശകലനം എന്ന് പറയുന്നത് ഒരു പദാനുപത, ഓരോ പാസും ഒരു പ്ലേ ബൈ പ്ലേ, ബ്ലോ ബൈ ബ്ലോ വിശകലനമല്ല, ഒരു മൊത്തത്തിൽ ആ കളി എങ്ങനെ ഇരുന്നു എന്നുള്ളത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിരാശാജനകം. കാരണം ഒരു കാൽപന്ത് കളിയുടെ ഒരു മനോഹാരിതയ്ക്കപ്പുറം മനോഹാരിത ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കാർക്കശ്യം നിറഞ്ഞപ്പോൾ പരുഷമായൊരു കളിയായിരുന്നു ഇന്നലെ പുറത്തെടുക്കപ്പെട്ടത്. അതിൽ പ്രത്യേകിച്ച് അർജൻറ്റീനയുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ചില ഫൗളുകളും ഇതുമൊക്കെ അവരുടെ കളിയുടെ ഭാഗമാണ്. പക്ഷേ ആ കളിയുടെ ഒരു താളം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എല്ലാ കാലത്തും അർജൻറ്റീനൻ ടീം മികച്ചു നിന്നിരുന്നു. ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള കളികളിലാണ് ആ താളം എപ്പോഴും പുറത്തു വരിക സാധാരണഗതിയിൽ. പക്ഷേ അർജൻറ്റീനയുടെ ഈ ഷോർട്ട് പാസുകളും ഒരിക്കലും പാസ് മിസ് ചെയ്യാതെ, പന്തിൻ്റെ നിയന്ത്രണം ഒരു കാലത്തും വിട്ടുകൊടുക്കാതെ, അഥവാ ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയാൽ അത് തിരികെ നേടി ജയിച്ചാലും തോറ്റാലും കളിയിലുടനീളം ആ ഒരു താളത്തിൻ്റെ ഒരു തീക്ഷ്ണതയും ഒരു മനോഹാരിതയും നിലനിർത്തുന്നൊരു ശൈലിയാണ് അർജൻറ്റീനയുടെ കാൽപന്ത് കളിയിൽ എല്ലാ കാലത്തും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്നലെ ന്യൂയോർക്ക് മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ ദൗർഭാഗ്യവശാൽ അർജൻറ്റീനയുടെ കളി താളമില്ലായിരുന്നു എന്ന് മാത്രമല്ല, താളം തെറ്റി. അതിനൊപ്പം തന്നെ വളരെ പരുഷമായൊരു രീതിയായിരുന്നു, ശൈലിയായിരുന്നു അവരുടെ കളിയിൽ ഉടനീളം കണ്ടത്. എന്നാൽ സ്പെയിനാകട്ടെ കളിയിൽ ഉടനീളം പന്തിൻ്റെ നിയന്ത്രണം നിലനിർത്തുവാൻ ശ്രമിക്കുകയും അർജൻറ്റീനയുടെ ഗോൾ മുഖത്ത് സ്ഥിരമായി പന്ത് നിലനിർത്തുകയും ചെയ്തു. കളിയിലുടനീളം അവരാണ് ആധിപത്യം പുലർത്തിയത്. പക്ഷേ അവരുടെ കളിയിലും താളം ഇല്ലായിരുന്നു. അർജൻറ്റീന പലപ്പോഴും രക്ഷപ്പെട്ടു പോയത് അവരുടെ ഗോൾ മുഖത്ത് നിന്ന് പന്ത് നീക്കം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ മാറ്റപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. കാരണം അല്ലാതെ തന്ത്രം കൊണ്ടോ ഒന്നുമല്ല. എന്നിരുന്നാൽ പോലും അവരുടെ കയ്യിൽ നിന്ന് പന്ത് വളരെ അനായാസം സ്പെയിനിൻ്റെ കളിക്കാർ തട്ടിയെടുത്ത് തിരികെ അവരുടെ ഗോൾ മുഖത്തേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നിരുന്നാലും കളിയുടെ ഇരുപകുതികളിലും ഗോളൊന്നും നേടാതെ ഇഞ്ചുറി ടൈമിലേക്ക് പോയി. എട്ടാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക്, യമീൻ യമാലിൻ്റെ ഫ്രീ കിക്ക് മാർട്ടിനസ് അർജൻറ്റീനയുടെ ഗോളിൽ തട്ടി അകറ്റിയില്ലായിരുന്നെങ്കിൽ കളി അവിടെ തീർന്നേനെ. അതാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോകുവാനുള്ള കാരണമായത്. പക്ഷേ അർജൻറ്റീനയുടെ ഈ ശൈലിയുണ്ടല്ലോ, കളിയുടെ ശൈലി, ആ ഒരു ശൈലിയിലെ പിഴവ് കാരണം ഒരു ഗോൾ അവർക്ക് വഴങ്ങേണ്ടി വന്നു എന്നല്ല, സ്പെയിൻ അർഹിക്കുന്ന വിജയം തന്നെയാണ് കേട്ടോ. കാരണം ഈ ലോകകപ്പ് ഫുട്ബോളിൽ മുഴുവനായി നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂർണ്ണത, ഒരു പെർഫെക്റ്റ് ടീമാണൊരു മൊത്തമായി ആധിപത്യം നിലനിർത്തി ഇതിനെ തോൽപ്പിക്കാൻ ആരുമില്ല, ഇതാണ് ലോകത്തെ ഏറ്റവും നല്ല മികച്ച പൂർണ്ണതയെത്തിയ ഒരു ഫുട്ബോൾ ടീമെന്ന് പറയുവാൻ സാധിക്കില്ലെങ്കിൽ പോലും ഈ ലോകകപ്പ് ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീം മൊത്തമായിട്ട് ഒരാളെയല്ല, ഒരു വ്യക്തിയല്ല. യമാലിനെയൊക്കെ വ്യക്തിപരമായിട്ട് സൂപ്പർ താരമായിട്ട് ഉയർത്തിക്കാട്ടുന്നുണ്ടെങ്കിലും ഒരു ടീമെന്നുള്ള നിലയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നത് സ്പെയിനിൻ്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി അവരുടെ എല്ലാ കളികളിലും കണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ടീം അവർ തന്നെയായിരുന്നു. വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹം അർജൻറ്റീന ജയിക്കണമെന്നായിരുന്നു. പക്ഷേ ഇന്നലത്തെ കളിക്ക് അവർ അർഹിക്കുന്നില്ല ജയം എന്നല്ല, പരാജയം അർഹിക്കുന്നതുമുണ്ട്. കാരണം വളരെ പരുഷമായിട്ടുള്ള ഒരു ശൈലി അവർ പുറത്തെടുത്തു എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ പോലും അവർ ലോക ചാമ്പ്യന്മാരാണെന്നോ, ലോകം വാഴ്ത്തുന്ന മെസ്സി എന്ന ഫുട്ബോളിൻ്റെ മിഷിഹ എന്ന് ആരാധകർ വാഴ്ത്തുന്ന മെസ്സി അടങ്ങുന്ന ടീമാണെന്നോ ഉള്ളൊരു തോന്നലേ ഉണ്ടായില്ല. ലയണൽ മെസ്സിക്ക് ഒരു ഘട്ടത്തിൽ പോലും തിളങ്ങുവാൻ സാധിച്ചില്ല. ഈ ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ലയണൽ മെസ്സിയെ സംബന്ധിച്ച് ദൗർഭാഗ്യം നിറഞ്ഞ ഒരു കളിക്കളമാണ് എന്ന് പറയേണ്ടി വരും. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് കോപ്പ അമേരിക്കൻ ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജൻറ്റീന ചിലിയോട് തോറ്റിരുന്നു. അന്ന് പെനാൽറ്റി കിക്ക് പാഴാക്കിയത് ലയണൽ മെസ്സിയായിരുന്നു. അന്ന് മെസ്സിക്ക് 29 വയസ്സാണ്. ആ ദിവസം മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിന് പുറത്തേക്കിറങ്ങിയ ലയണൽ മെസ്സി നിരാശയുടെ പടുകുഴിയിൽ വീണ് താൻ വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു, 29 വയസ്സ് മാത്രമുള്ളപ്പോൾ. പക്ഷേ അപ്പോൾ അത് ആലോചിച്ച് തന്നെയാണോ തീരുമാനമെടുക്കുന്നതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എനിക്ക് മടുത്തു, ഇപ്പോഴങ്ങനെയാണ് തോന്നുന്നത്. എങ്കിലും ആ നിരാശയുടെ പടുകുഴിയിൽ നിന്ന് കരകയറി വന്ന് മെസ്സി പിന്നീട് ചരിത്രം എഴുതുന്നത് നാം കണ്ടതാണ്. കഴിഞ്ഞ ലോകകപ്പിൽ
മെസ്സിക്ക് വേണ്ടി അർജൻറ്റീന ലോകകപ്പ് കിരീടം ഉയർത്തുകയും ചെയ്തു. ഈ ലോകകപ്പിലേക്ക് വരുമ്പോൾ പൊതുവേ അർജൻറ്റീനയുടെ ഒരു ശൈലി തുടക്കത്തിലൊന്ന് തണുപ്പൻ മട്ടിൽ നിന്ന് പിന്നീട് ചൂട് പിടിച്ച് മെസ്സിയുടെ അസിസ്റ്റിലൂടെയോ അല്ലെങ്കിൽ മെസ്സി നേരിട്ടോ വഴി നേടുന്ന ഗോളുകളിലൂടെ വിജയിച്ച് വരികയായിരുന്നു. പക്ഷേ അർജൻറ്റീനയുടെ ടീമിൻ്റെ ഒരു ദൗർബല്യം ഉടനീളം ഈ മത്സരങ്ങളിലുടനീളം വ്യക്തമായിരുന്നു. കാരണം പൂർണ്ണതയില്ലാത്തൊരു കേളി ശൈലിയായിരുന്നു അർജൻറ്റീനയുടേത്. കാരണം ഈ തുടക്കത്തിലുള്ള തണുപ്പൻ മട്ടുണ്ടല്ലോ, അത് പണ്ടുമുണ്ടായിരുന്നു. കാരണം എതിരാളികളെ ഒന്ന് തളർത്തി അവരുടെ ഈ സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ച് മാറി മാറിയുള്ളൊരു കളി. കാരണം എതിരാളികൾ ഒന്ന് തളർന്നു തുടങ്ങുമ്പോൾ ഇവരുടെ ആക്രമണ ശൈലി പുറത്തെടുക്കുകയും ആക്രമണത്തിൻ്റെ മുനയും മൂർച്ചയും വർദ്ധിപ്പിച്ച് ഗോളുകൾ തുരുതുരാ നേടി എതിരാളികളെ പരാജയപ്പെടുത്തുന്ന ഒരു അർജൻറ്റീനിയൻ ശൈലിയുണ്ട്. ആ ശൈലിയിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങളാണോ ഇവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന് പലപ്പോഴും സംശയം തോന്നിക്കുന്ന രീതിയിലുള്ളൊരു കേളി ശൈലി ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ സ്പെയിനിൻ്റെ വിജയം സ്പെയിൻ അർഹിക്കുന്നത് തന്നെയാണ്. യമൻ യമാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, താരങ്ങളാരും തിളങ്ങി ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഒക്കെ നേടിയ താരങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ താരാധിപത്യം എന്നുള്ള പണ്ട് ഈ ബ്രസീലിൻ്റെ റൊണാൾഡോയും ഒക്കെ ഉള്ള സമയത്താണെങ്കിലും അർജൻറ്റീനയുടെ തന്നെ മെസ്സിയോ മറഡോണയുടെയോ ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ഒരു ആധിപത്യം, അർജൻറ്റീനിയൻ ടീം ആധിപത്യം പുലർത്തുമ്പോൾ തന്നെ ആ വ്യക്തിഗത സൂപ്പർ താരം കളിക്കളത്തിൽ നിറഞ്ഞു കളിക്കുന്ന മനോഹരമായ കളികൾ നിരവധി ചരിത്രത്തിലുണ്ട് ഫുട്ബോളിൻ്റെ. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫുട്ബോളിൻ്റെ രീതികൾ തന്നെ മാറുകയാണ്. സൂപ്പർ താരങ്ങൾ പ്രസക്തമാണ്, പക്ഷേ അത് ക്ലബ്ബുകളിലായിരിക്കും കൂടുതൽ പ്രസക്തം അവരുടെ സാന്നിധ്യം. ഇനി മുതൽ അന്താരാഷ്ട്ര കളിക്കളങ്ങളിൽ ഒരു ടീം എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും വിജയപരാജയങ്ങൾ ഇനി മുതൽ നിശ്ചയിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു. കാരണം ഒരു കേളി ശൈലി മുഴുവനായി മാറുന്നു, തന്ത്രങ്ങളെല്ലാം മാറുന്നു. സലോണിയൊക്കെ അർജൻറ്റീനയുടെ കോച്ചിൻ്റെ നിരവധി തന്ത്രങ്ങൾ ഇന്നലെ അവിടെ മാറി അദ്ദേഹം പരീക്ഷിച്ചു നോക്കിയെങ്കിലും വിജയം നേടുവാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ആത്യന്തികമായി പ്രധാനപ്പെട്ട ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ് എന്ന് പറയില്ല. കാരണം നിങ്ങൾ എത്ര മനോഹരമായി കളിച്ചാലും ഇല്ലെങ്കിലും അന്തിമ വിജയം അതാണ് കണക്കാക്കപ്പെടുന്നത്. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്നുമില്ല. ഒരു 90 മിനിറ്റുള്ളതിൽ 89 മിനിറ്റും കളിക്കളം നിറഞ്ഞ് കളിച്ചാലും 90-ാം മിനിറ്റിൽ മറുഭാഗം ഒരു ഗോൾ നേടി നിങ്ങളെ പരാജയപ്പെടുത്തിയാൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പിന്നീട് പറയാമായിരിക്കും മനോഹരമായി കളിച്ചെങ്കിലും വെൽ ഡൺ എന്ന് പറയാം, വെൽ പ്ലേഡ് എന്ന് പറഞ്ഞു വിടാമെന്നുള്ളതല്ല. അത് ആത്യന്തികമായി കപ്പ് ഉയർത്തുന്നത് എതിർ ടീം തന്നെയായിരിക്കും. ഇന്നലെയും സംഭവിച്ചത് അതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, സ്പെയിനിന് അവർക്കർഹിക്കുന്ന കീർത്തി നൽകിയേ മതിയാകുകയുള്ളൂ. ഈ ലോകകപ്പ് മത്സരങ്ങളിലുടനീളം മാന്യമായി, ശരിയാണോ, എന്തെന്നാലും ഫൗളും എല്ലാ ടീമുകളിലുമുണ്ട്, വളരെ മാന്യമായി കൃത്യതയോടുകൂടിയുള്ള ഒരു കേളി ശൈലിയും ഒരു തന്ത്രങ്ങളും ഒരുക്കി ഒരു ടീമായി യമൻ യമാൽ എന്നുള്ള അവരുടെ സൂപ്പർ താരത്തിനെ ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടീമെന്നുള്ള നിലയിൽ ഏകാത്മക മനസ്സോടുകൂടി മുന്നോട്ട് പോയി ലോക കിരീടത്തിൽ 19 വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കിരീട ജേതാക്കളായി മാറിയിരിക്കുകയാണ്. ഈ ആക്രമണ ശൈലി കൊണ്ട് ഉറപ്പിക്കുന്ന ഫ്രഞ്ച് നിരയൊക്കെ തകർത്ത് വന്ന ടീമുകളാണിതെല്ലാം. അപ്പോൾ അതിൻ്റെ ഈ സ്പെയിനിൻ്റെ ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പറയുന്നത്, കാരണം ഫ്രാൻസിൻ്റെ ടീം വളരെ ഉത്തമമായ ടീമാണ് എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ സെമിയിൽ അവരെ നിഷ്പ്രഭരാക്കുന്ന സ്പെയിനിനെ നാം കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിദഗ്ധന്മാർ പലരും പറയുന്നത് ഫ്രാൻസിൻ്റെ ടീമായിരുന്നു ഇത്തവണത്തെ ലോകകപ്പിലെ പൂർണ്ണതയുള്ളൊരു ടീമെന്നാണ്. പക്ഷേ അവരെ സെമി ഫൈനലിൽ നിഷ്പ്രഭരാക്കിയ സ്പെയിനിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, എനിക്ക് ആദ്യം മുതലേ സ്പെയിനിൻ്റെ കളികളെല്ലാം കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു അവരുടെ ടീമിൻ്റെ ഒരു ഏകാത്മകമായ ഒരു പ്രവർത്തനം, ഒരേ രീതിയിൽ കൃത്യതയോടുകൂടി ഒരു കളിക്കാരനിൽ ഊന്നി നിൽക്കാത്ത കേളി ശൈലി, അതിൻ്റെ തന്ത്രങ്ങൾ, കളിയിലെ തന്ത്രങ്ങൾ എതിരാളികൾക്കനുസരിച്ച് തന്ത്രങ്ങൾ മാറ്റുകയും അധികം ആശങ്കയൊന്നും പ്രകടിപ്പിക്കാതെയുള്ള വലിയ ബഹളങ്ങളൊന്നുമില്ലാതെയുള്ള കേളി ശൈലി, ഇതെല്ലാം ചേർന്ന് സ്പെയിനിൻ്റെ ടീം ഈ വിജയം അർഹിക്കുന്നത് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ വിജയക്കാഴ്ചകൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അത് വീണ്ടും ഒന്ന് കാണുക. കാരണം തിരുവനന്തപുരം നഗരത്ത് കുറവങ്കോണത്താണെങ്കിലും വഞ്ചിയൂരാണെങ്കിലും വലിയ വലിയ സ്ക്രീനുകളിൽ കളി ലൈവായി കണ്ട ആൾക്കാർ ആവേശഭരിതരായിരുന്നു. പക്ഷേ കേരളത്തിൽ അർജൻറ്റീനയ്ക്കാണ്
ആരാധകർ കൂടുതൽ എന്നുള്ളത് കൊണ്ട് സ്പെയിനിന് വേണ്ടിയിട്ട് വലിയ ആഘോഷങ്ങൾ നടന്നില്ല. എന്നാൽ പോലും കരിമരുന്ന് പ്രയോഗങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ആഘോഷങ്ങളില്ലാതിരുന്നിരുന്നില്ല. വിജയിക്കുന്ന ടീമിനെ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിൽ അർജൻറ്റീനിയൻ ഫാൻസും അവരോടൊപ്പം കൂടി. കാരണം ബ്രസീലും അർജൻറ്റീനയും തമ്മിലുള്ള മത്സരമായിരുന്നെങ്കിൽ മാത്രമേ മലപ്പുറത്ത് നടന്നതുപോലുള്ള അടികൾ നടക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് അതിനും സാധ്യതയില്ല. വന്നിട്ട് പറയും പോടാ ഞങ്ങൾ അടുത്ത തവണ കണ്ടോളാം, കാവിലെ പാട്ട് മത്സരത്തിന് എടുത്തോളാമെന്ന് പറഞ്ഞ് പിരിയുകയാണ് ഞങ്ങൾ അർജൻറ്റീനിയൻ ഫാൻസിൻ്റെയും അവർ ബ്രസീൽ ഫാൻസിൻ്റെയും പതിവ്. ഈ മിഷിഹ ആരാണ് എന്നുള്ള കാര്യത്തിലൊരു തർക്കം വരുമെങ്കിൽ പോലും ആ തർക്കം അടിയിലെത്താറില്ല സാധാരണ. അത് വടക്കോട്ടുള്ള മലപ്പുറത്താണ്. ഏതൊരു ബ്രസീൽ ഫാൻസിനൊക്കെ നല്ല ഇടി കിട്ടിയെന്നും അവരുടെ വീട് ഇടിച്ചു നിരത്തിയെന്നുമൊക്കെ ഈ കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ തിരുവനന്തപുരം നഗരത്തിൽ വളരെ മനോഹരമായിട്ടുള്ളൊരു ആഘോഷങ്ങളാണ് നടന്നുപോയത്. എന്തായാലും കളിയുടെ ഒരു വിശകലനം പറയുകയാണെങ്കിൽ വളരെ നിരാശാജനകമായ കളിയായിരുന്നു. കാരണം കാർക്കശ്യം നിറഞ്ഞ ഒരു കളി. ആകപ്പാടെ അർജൻറ്റീനിയൻ ഗോളി മാർട്ടീനസ് മാത്രമാണ് അർജൻറ്റീനിയൻ ടീമിൽ ആത്മാർത്ഥമായി കളിച്ചത്. എന്നില്ലെങ്കിലും അവസാനം ഒരു നിമിഷത്തെ പാളിച്ച അദ്ദേഹത്തിന്. യമീൻ യമാലിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇഞ്ചുറി ടൈമിൽ 8-ാം മിനിറ്റിൽ ഉള്ള ഒരു ഫ്രീ കിക്ക് അത് ഗോളാകേണ്ടതായിരുന്നു. അത്ര മാരകമായൊരു ഷോട്ടായിരുന്നു. അത് നിസ്സാരമായി തട്ടിക്കളഞ്ഞു. മനോഹരമായൊരു സേവായിരുന്നു. അതാണ് എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ നീട്ടിയത്. പക്ഷേ എക്സ്ട്രാ ടൈമിൽ എന്ത് ചെയ്യാൻ, ദൗർഭാഗ്യം എന്ന് പറയേണ്ട. പക്ഷേ സ്പെയിൻ അർഹിക്കുന്ന ഇത് തന്നെയാണ്. ടോറസിൻ്റെ ആ ഒരു ഷോട്ട്, ഒരു പാസ്, നിക്കോ വില്യംസിൻ്റെ പാസ്, വലതുവശത്തുകൂടി മനോഹരമായി വെട്ടിക്കയറി വന്നിട്ട് കൊടുത്തൊരു പാസ് കറക്റ്റായിട്ട് കൃത്യതയോടുകൂടി തന്നെ വലയിലെത്തിക്കുവാൻ ടോറസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കളിയുടെ മനോഹാരിത. ആ ഒരു നിമിഷത്തിൽ ഫുട്ബോൾ അതിൻ്റെ പൂർണ്ണമായ മനോഹാരിത ഒരു മാത്ര നേരത്തേക്കെങ്കിലും നമ്മുടെ മുൻപിൽ തെളിയിച്ചു തന്നു. മാർട്ടിനസിൻ്റെ ദൗർഭാഗ്യം, അർജൻറ്റീനയുടെ ദൗർഭാഗ്യം. മെസ്സിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മെറ്റ് ലൈഫ് സ്റ്റേഡിയം അദ്ദേഹത്തിന് അത്ര നല്ലതല്ല, അത്ര ശുഭകരമായിട്ടുള്ളൊരു കളിക്കളമല്ല എന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ലോകകപ്പിൽ മെസ്സി ഉണ്ടാകുമോ, റൊണാൾഡോ ഉണ്ടാകുമോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാകുമോ, ഒക്കെ താരങ്ങൾ ഈ പഴയ നാമൊക്കെ കണ്ടു വളർന്ന താരങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇരുവർക്കും 43-44 വയസ്സാകും. ശാരീരികക്ഷമത എന്നുള്ളത് ആവശ്യം തന്നെയാണ് എന്നുള്ളത് ഈ ലോകകപ്പിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മെസ്സിയും റൊണാൾഡോയും ഒക്കെ അവരവരുടെ അതേ വയസ്സിലുള്ള മറ്റ് സാധാരണക്കാരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ശാരീരികക്ഷമതയിൽ വളരെ മുന്നിലാണ്. പക്ഷേ ചെറുപ്പക്കാർ 19-20 വയസ്സുമുള്ള ചെറുപ്പക്കാരുടെ മുൻപിൽ ഒരു 90 മിനിറ്റുകൾ നിറഞ്ഞ് കളിക്കുവാനുള്ളൊരു ക്ഷമത, സ്റ്റാമിന അവർക്കിപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. പ്രത്യേകിച്ച് മെസ്സിയുടെ കാര്യം. കാരണം മെസ്സി ഇടയ്ക്കിടയ്ക്കുള്ള ഒരു സ്ഫോടനാത്മകമായ നീക്കങ്ങളിലൂടെ തൻ്റെ സാന്നിധ്യം തെളിയിക്കുന്ന കളികളായിരുന്നു ഈ ലോകകപ്പിലുടനീളം നാം കണ്ടത്. റൊണാൾഡോയുടെ കാര്യത്തിൽ റൊണാൾഡോ കുറച്ചുകൂടി ശാരീരികക്ഷമതയുടെ കാര്യത്തിൽ മുന്നിലാണ്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ടീം അംഗങ്ങളുടെ പിന്തുണ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ കുറവാണ്. ഇരുവരും അടുത്ത വേൾഡ് കപ്പിൽ മെക്സിക്കോയിലാണെങ്കിലും സ്പെയിനിലാണെങ്കിലും ഇരുവരും ആതിഥേയമരുളാനായിട്ടുള്ള സാധ്യതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എവിടെയാണെങ്കിൽ തന്നെയും ഇരുവരും, ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും കളിക്കളത്തിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. 43 വയസ്സാകും ഈ പറഞ്ഞതുപോലെ. ഉണ്ടെങ്കിൽ തന്നെ അതൊരു പ്രതീകാത്മക സാന്നിധ്യമാകുവാനാണ് സാധ്യത. ഫുട്ബോളാണ്, അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടായികയെന്നില്ല. എന്നിരുന്നാലും കാർക്കശ്യം നിറഞ്ഞ കളികളല്ലാതെ അർജൻറ്റീന പഴയ താളം വീണ്ടെടുത്ത് തിരികെ വരട്ടെ. ക്ലബ് ഫുട്ബോളിൽ മാത്രം ശോഭിക്കാതെ താരങ്ങൾ ഒരു സംഘമായി, ഒരു ടീമായി മുന്നോട്ട് പോകുന്ന ഈ കളിയുടെ മനോഹാരിത മുന്നോട്ട് തന്നെ പോകട്ടെ. എന്തായാലും സ്പെയിനിന് അഭിനന്ദനങ്ങൾ. പ്രേക്ഷകരോട് തിരുവനന്തപുരം നഗരത്തിലെ ആഘോഷ കാഴ്ചകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീണ്ടും ഒന്ന് കാണുക. സാമാന്യം ഭേദപ്പെട്ടൊരു ആഘോഷം തന്നെയായിരുന്നു. അത്യാവശ്യം തിരുവനന്തപുരം നഗരത്തിൽ ഫുട്ബോൾ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എന്നുള്ളത് ലോകത്തിന് വേണമെങ്കിൽ കാട്ടിക്കൊടുക്കാവുന്ന തരത്തിലുള്ളൊരു ഫാൻസായിരുന്നു. ഞങ്ങൾ വളരെ ആത്മാർത്ഥതയുള്ള എന്നാൽ വളരെ അച്ചടക്കമുള്ള ഫാൻസാണ് എന്ന് തിരുവനന്തപുരംകാർ തെളിയിച്ചിരിക്കുന്നു. തിരുവനന്തപുരംകാർക്കും അഭിനന്ദനങ്ങൾ. രാത്രി വൈകിയെന്നല്ല, ഇത് കഴിഞ്ഞ നേരം വെളുക്കുവോളം തന്നെ ആഘോഷങ്ങൾ നീണ്ടു. കരിമരുന്ന് പ്രയോഗങ്ങളുമൊക്കെയായി. അതിലും സന്തോഷം. കാരണം ഇതൊരു ആഘോഷമായി തന്നെ തുടങ്ങി ആഘോഷമായി തന്നെ അവസാനിച്ച വേൾഡ് കപ്പായിരുന്നു. സ്പെയിനിന് വീണ്ടും അഭിനന്ദനങ്ങൾ. അർജൻറ്റീനയ്ക്ക് ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം.
ഫ്രാൻസിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ. എംബാപ്പെ ഗോൾഡൻ ബൂട്ട് നേടി. എംബാപ്പയ്ക്കും അഭിനന്ദനങ്ങൾ, എംബാപ്പയുടെ ആരാധകർക്കും അഭിനന്ദനങ്ങൾ. ലയണൽ മെസ്സിയുടെ, മിഷിഹായുടെ ആരാധകർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത വേൾഡ് കപ്പിൽ മിഷിഹ ബൂട്ടണിഞ്ഞ് കളത്തിലിറങ്ങുകയും അർജൻറ്റീനയ്ക്ക് വേണ്ടി വേൾഡ് കപ്പ് നേടുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാട്ടിത്തരണേ എന്ന് മിഷിഹയോട് തന്നെ പ്രാർത്ഥിക്കാം. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. സാധ്യത കുറവാണ്, എന്നാലും പ്രാർത്ഥിക്കാം. ആശിക്കുന്നതിന് ടാക്സ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ അർജൻറ്റീനിയൻ ഫാൻസ്, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എന്നോട് കൂടിയാണ്, ഞാനും ഒരു അർജൻറ്റീന ഫാനാണ്. സ്പാനിഷ് ആരാധകരോട് അഭിനന്ദനങ്ങൾ. എന്തായാലും ഫുട്ബോളിൻ്റെ മനോഹാരിത കാത്തു സൂക്ഷിച്ച ഒരു വേൾഡ് കപ്പ് തന്നെയായിരുന്നു ഉടനീളം. ഇടയ്ക്കിടയ്ക്ക് അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രാഷ്ട്രീയമുണ്ടായിരുന്നു. അത് മറ്റൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. വിജയം ചർച്ച ചെയ്യുമ്പോൾ അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. രാഷ്ട്രീയം വേറൊരു വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യാം നമുക്ക്. ഇതിൽ രാഷ്ട്രീയമില്ല, വിജയത്തിൽ രാഷ്ട്രീയമില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഒക്കെ സാന്നിധ്യം മൈതാനത്തുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും ഫുട്ബോളിൻ്റെ മനോഹാരിത ട്രംപിനെ ന്യൂയോർക്ക് നിവാസികൾക്ക് ഇഷ്ടമല്ല, പലർക്കും കൂവലുകളുണ്ടായി. അതൊന്നും ഈ സെഗ്മെൻറ്റിൽ നാം ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ സ്പെയിൻ മാത്രമാണ് വിഷയം. സ്പെയിനാണ് വിജയികൾ. അർജൻറ്റീന രണ്ടാം സ്ഥാനക്കാരാണ്. ലയണൽ മെസ്സി ഹാർഡ് ലക്ക്, ഗുഡ് ലക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറയണമെന്നുണ്ട്. സാധ്യമാകുമെങ്കിൽ സാധ്യമാകട്ടെ എന്ന് വിചാരിക്കുന്നു. ഫുട്ബോളിൻ്റെ മിഷിക വീണ്ടും ബൂട്ടണിഞ്ഞ് രാജ്യത്തിനായി കളിക്കുവാൻ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഗ്മെൻറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങൾ കളി കണ്ടിരുന്നു? എന്താണ് നിങ്ങളുടെ ഒരു വിശകലനം, ഒരു ഫുട്ബോൾ പ്രേമി എന്നുള്ള നിലയിൽ? ലയണൽ മെസ്സിക്ക് മെറ്റ് ലൈഫ് സ്റ്റേഡിയം ദൗർഭാഗ്യകരമാണോ? യമൻ യമാൽ എന്തുകൊണ്ട് തിളങ്ങിയില്ല? സ്പെയിൻ ഒരു ടീം എന്നുള്ള നിലയിൽ എങ്ങനെ പ്രവർത്തിച്ചു? അർജൻറ്റീനയുടെ ഒരു കളി എങ്ങനെയായിരുന്നു? മാർട്ടിനസിൻ്റെ, ഗോളിയുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ഇതെല്ലാം, ഈ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സംവാദങ്ങൾ തുടരട്ടെ. ഈ കേളി ശൈലികളുടെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആരാധകരും മാറി മാറി ആഘോഷങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. കളിക്കാരനല്ല, കളിയാണ് പ്രധാനം. ആ കേളി ശൈലിയാണ് പ്രധാനം. ആ ഗെയിം ഈസ് ഓൾ ദാറ്റ് മാറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.